ഹരിപ്പാട് പേ വിഷബാധയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. നായ ആക്രമിച്ചുവെന്ന് പറഞ്ഞിട്ടും കുത്തിവയ്പ്പെടുത്തില്ല എന്നതാണ് ആരോപണം. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടും വേണ്ട ചികിത്സ നൽകിയില്ലെന്നും കുടുംബം ആരോപിച്ചു. നമ്മൾ അവരോട് നിർബന്ധിച്ചല്ലോ ഇഞ്ചക്ഷൻ എടുക്കാൻ. ഇഞ്ചക്ഷൻ എടുക്കാൻ നമ്മളല്ലല്ലോ നിർബന്ധിക്കുന്നേ. നമ്മളെ അല്ലല്ലോ അവരോട് ഇഞ്ചക്ഷൻ എടുക്കാൻ പറയുന്നത്. അവർ പറയണ്ടായോ? പറഞ്ഞില്ല. പക്ഷേ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയുടെ ഇതിലില്ല എൻ്റെ കുഞ്ഞ് ഇന്ന് ഈ അവസ്ഥയെ വന്നത്. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, സാധാരണ ഒരു നായ കടിച്ചൊരു ആശുപത്രിയിലെത്തിയാൽ ആദ്യം ചെയ്യുന്നത് പേവിഷബാധയ്ക്കെതിരായ പ്രതിരോധ വാക്സിൻ എടുക്കുക, അതിന് ആ ആശുപത്രി ഇല്ലെങ്കിൽ അതുള്ള ആശുപത്രിയിലേക്ക് നമ്മളെ റെഫർ ചെയ്യുക എന്നതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രോട്ടോക്കോളായി നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും. എന്തുകൊണ്ടാണ് ഒരു താലൂക്ക് ആശുപത്രിയിൽ ഒരു നായകടി എത്തിയ കുട്ടിക്ക് ആ വാക്സിൻ എടുക്കാതിരുന്നത്? അത് ഗുരുതര ആരോപണം തന്നെയാണല്ലോ ഉയരുന്നത്. അക്കാര്യത്തിൽ ഈ ഡോക്ടർക്ക് എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടോ? ആ കുഞ്ഞ് മരിക്കുകയും ചെയ്തല്ലോ അല്ലേ? വിജയകുമാർ, അതെ, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അനാസ്ഥ ഉണ്ട്, ഡോക്ടർമാരുടെ ഭാഗത്തുണ്ട് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് വയറിൻ്റെ താഴ്ഭാഗത്തൊരു പാടുണ്ടായിരുന്നു. ഇത് നായ ആക്രമിച്ചതാണെന്ന് കുടുംബം പറഞ്ഞിരുന്നു. പക്ഷേ അത് കല്ലുകൊണ്ട് തട്ടിയതാകാമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്നത് PG ഡോക്ടർമാരാണ്, താരതമ്യേന ജൂനിയർ ഡോക്ടർമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മുതിർന്ന ഡോക്ടർമാർ ആരും ഇല്ലായിരുന്നു. വേണ്ട ചികിത്സയോ അല്ലെങ്കിൽ മറ്റ് പരിശോധനയോ, ഒരു നായയുമായിട്ട് ഉണ്ടായ ഇടപഴകലിൽ അതിന് വേണ്ട വാക്സിനേഷനോ കുത്തിവയ്പോ ഒന്നും നടത്താനുള്ള നിർദ്ദേശം നൽകിയില്ല. ഈ കുട്ടിക്ക് വേദന സംഹാര ഗുളിക നൽകി, മറ്റ് സാധാരണ ഗുളികകൾ നൽകി കുട്ടിയെ പറഞ്ഞു വിടുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസം 21-നായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഞാൻ നിലവിൽ നിൽക്കുന്നത് മരണപ്പെട്ട ദേവനാരായണൻ്റെ വീടിൻ്റെ മുൻപിലാണ്. ദീപുവിൻ്റെ മകൻ 3-ാം ക്ലാസ്സുകാരൻ 8 വയസ്സുകാരൻ ദേവനാരായണൻ കഴിഞ്ഞ ഏപ്രിൽ മാസം 21-നാണ് വീടിൻ്റെ വാതിൽക്കൽ വെച്ച് തൻ്റെ അനുജത്തിയെ ഒരു നായ ആക്രമിക്കാൻ എത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാനായി പന്ത് കൊണ്ട് ആ തെരുവ് നായ എറിയുകയും ഈ നായ ദേവനാരായണൻ്റെ മേത്തേക്ക് ചാടി വീഴുകയും ഒരു കാണയിലേക്ക് ഇവർ വീഴുകയും ചെയ്തു. പിന്നീട് കുട്ടിയുടെ ദേഹത്ത് പാട് കണ്ട് കുടുംബം ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ 21-ന് തന്നെ അതേ ദിവസം തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ഈ കണ്ട പാട് കണ്ടിട്ട് അവർ ഗൗനിച്ചില്ല. ഡോക്ടർമാർ പറഞ്ഞത് അത് സാധാരണ കല്ലുകൊണ്ട പാടാണ്, അത് പട്ടി ആക്രമിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് ഡോക്ടർമാർ നിലപാടിലെടുത്തു. പിന്നീട് കുട്ടിയുടെ ആരോഗ്യനില വഷളായത് ആഴ്ചകൾക്ക് മുൻപാണ്. അങ്ങനെ കുട്ടിക്ക് പനി ഉണ്ടാകുന്നു, ദേഹാസ്വസ്ഥം ഉണ്ടാകുന്നു, പിന്നീട് ശ്വാസമുട്ടലുണ്ടാകുന്നു. അങ്ങനെ ആരോഗ്യനില വഷളായി കുട്ടി പേവിഷബാധയുടെ ലക്ഷണങ്ങളൊക്കെ തന്നെ കാണിച്ചു തുടങ്ങിയ സമയത്താണ് കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുൻപ് ഈ ഹരിപ്പാട് പള്ളിപ്പാട് തന്നെ ഒരു പശു പേവിഷബാധയേറ്റ് ചത്ത സംഭവം ഉണ്ടായത്. ഒപ്പം തന്നെ അതോടുകൂടി തന്നെ കുടുംബം ഇന്നലെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ കുട്ടിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ എത്തിയിരുന്നു. പിന്നീട് അവിടെയുള്ള ചികിത്സയ്ക്കൊന്നും ഫലപ്രദമായ ചികിത്സ നൽകാനായി. അവിടെ വെച്ച് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് 8 വയസ്സുകാരൻ 3-ാം ക്ലാസ്സുകാരൻ ദേവനാരായണൻ മരണപ്പെട്ടത്. വിജയകുമാർ, യെസ്, അതിദാരുണമായ സംഭവം. 8 വയസ്സുകാരൻ മരിച്ചു. ഡോക്ടർക്കെതിരെ വലിയ ആരോപണമാണ് ഉയരുന്നത്. നായയെ ആക്രമിച്ചുവെന്ന് പറഞ്ഞിട്ടും കുത്തിവയ്പ്പെടുത്തില്ല എന്നാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടേഴ്സിനെതിരെ ഉയരുന്ന ആരോപണം. വേണ്ട ചികിത്സ നൽകിയിട്ടില്ല എന്ന് കുടുംബം ആരോപിക്കുന്നു. അതൊരു നായയെ ആക്രമിച്ചതല്ല, കല്ലുകൊണ്ടുണ്ടായ മുറിവാണ് എന്നൊരു ഡോക്ടർ നിഗമനത്തിലെത്തുകയും അതനുസരിച്ച് മാത്രം ചികിത്സ നടത്തുകയും ചെയ്തതാണ്. പ്രതിരോധ വാക്സിൻ എടുക്കണമെന്ന് ഒരു ഘട്ടത്തിൽ പോലും ആ കുടുംബത്തോട് പറഞ്ഞില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ആരോപണം ഉയരുന്നുണ്ട്. എന്താണ് ആശുപത്രിക്ക് കാര്യത്തിൽ വിശദീകരിക്കാനുള്ളത് എന്നാണ് അറിയേണ്ടത്. ആരോഗ്യവകുപ്പിന് എന്താണ് പറയാനുള്ളതെന്നാണ് ഇനി അറിയേണ്ടത്. ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായി എന്നതാണ് ഈ ഉച്ചയ്ക്ക് വരുന്ന സങ്കടകരമായ വാർത്ത. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.